എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്, അതിനു മുമ്പ് ഞാൻ പറയാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബെഡ് ടൈം പ്രയർ, രാത്രി കിടക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട, വായിക്കേണ്ട ഒരു പ്രാർത്ഥന, അതിപവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏതൊരു മതത്തിലുള്ള ആൾക്കും, ഏതൊരാൾക്കും, ഏത് വിശ്വാസ സംഹിത ഫോളോ ചെയ്യുന്ന ഒരാൾക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആ പ്രയറിന്റെ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തതാണ്, ഞാൻ ചാൻറ്റ് ചെയ്യുന്ന മോർണിംഗ് പ്രയർ എന്താണ്, അതൊന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട്, മറ്റേ ബെഡ് ടൈം പ്രയർ ഞാൻ കുറച്ച് കാലമായിട്ടാണ് ആ ഒരു പ്രാക്ടീസ് തുടങ്ങിയത്. പക്ഷെ കുറേ അധികം കാലങ്ങളായിട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോർണിംഗ് പ്രയർ. ഈ മോർണിംഗ് പ്രയർ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എൻ്റെ തന്നെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചത് ഒന്നുകിൽ കേൾക്കുകയോ അല്ലെങ്കിൽ അത് വായിക്കുകയോ ചെയ്യും. അത് ഒരു പ്രാവശ്യമാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. ആ ഫീലിംഗ് വരാനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ഒരു പ്രയറാണ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് സംബന്ധമായിട്ടുള്ള മിറക്കിൾസ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ബേസിലാണ് ഈ പ്രയറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരുപാട് മിറക്കിൾസ്, ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ, ആ ഒരു നമ്മളുടെ ഉറയും എല്ലാം സ്ട്രെങ്തനായി ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ പോസിറ്റീവ് ഒരു നോട്ടിൽ തന്നെ വി ക്യാൻ ബിഗിൻ ദ ഡേ. അങ്ങനെ ഒരു അത്യപൂർവമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, ആ ഒരു വളരെ നല്ല ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടൺ ഫോം നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ലിങ്ക് ഇടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ആ പ്രയർ ഇടുന്നത്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നാളെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ റിട്ടൺ ഫോം നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ വരുന്നതായിരിക്കും. ഈ കമ്മ്യൂണിറ്റിയിൽ ഈ റിട്ടൺ ഫോം വരുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കി വായിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ, ചില ആൾക്കാർക്ക് കേൾക്കുന്നതാണ് കൂടുതലും ഫീൽ വരുന്നത്, ചില ആൾക്കാർക്ക് വായിക്കുമ്പോഴാണ് ഫീൽ. ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ മെൻറ്റാലിറ്റി, എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ഇതായിട്ട് തോന്നുന്നത്, അത് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പോകാം. ഈ പ്രാർത്ഥന ഒരുപാട് പേർക്ക്, ഞാൻ എൻ്റെ ഒരുപാട് ക്ലയൻസിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രയറാണ്. അവരുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഈ ആഗ്രഹങ്ങൾ നടക്കാനും ബ്ലോക്സുകൾ കരിയറിലുള്ള മാറാനും ഒക്കെ ഒരുപാട് തടസ്സമായിട്ട് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റാനായിട്ട് വെറും ഈ പ്രയർ കൊണ്ട് മാത്രം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, ഒരുപാട് മിറക്കിൾസ് നടന്നിട്ടുള്ളൊരു പ്രയറാണ്. അപ്പോൾ ഈ പ്രയർ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രാർത്ഥന കേൾക്കാം. ഞാനിവിടെ ചാൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് പോകാം. കരുണാമയനായ എൻ്റെ ദൈവമേ, ഒരു പുതിയ പ്രഭാതത്തിൻ്റെ അനുഗ്രഹത്തിനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ദിവസം തുടങ്ങാൻ ലഭിച്ച അവസരത്തിനും നന്ദി പറയുന്നു. എൻ്റെ ചുറ്റും അങ്ങയുടെ സ്നേഹവും ദയയും നിറഞ്ഞിരിക്കുന്നു. അതിൽ ഞാൻ നന്ദിയോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നു. പ്രഭുവേ, അങ്ങയുടെ വെളിച്ചം ഇന്നത്തെ ദിവസവും എൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കട്ടെ. ഞാൻ കാണുന്ന എല്ലാവർക്കും പ്രോത്സാഹനവും സ്നേഹവും പകരാൻ എന്നെ കഴിവുള്ളവനാക്കണമേ. മറ്റുള്ളവരെ സേവിക്കാൻ അവസരങ്ങൾ കണ്ടെത്താൻ എൻ്റെ കണ്ണുകൾക്ക് സാധിക്കണമേ. ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ കൃപയിൽ നിന്നും ആകട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതുപോലെ എല്ലാ ചെറിയ വലിയ അനുഗ്രഹങ്ങൾക്കും നന്ദി.
എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷത്തോടും നന്ദിയോടും ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കണമേ. ഞാൻ ദുർബലനാകുമ്പോൾ എന്നെ ശക്തനാക്കൂ. ഞാൻ ആശങ്കയാൽ നിറയുമ്പോൾ എൻ്റെ മനസ്സിന് സമാധാനം നൽകൂ. വിജയിക്കുമ്പോൾ ആ മഹത്വം മുഴുവൻ അങ്ങേക്കായി സമർപ്പിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണമേ. പ്രഭുവേ, ഈ പ്രാർത്ഥന വിശ്വാസത്തോടും ആഹ്ലാദത്തോടും സഹിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ നയിക്കൂ, സംരക്ഷിക്കൂ, അങ്ങയുടെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കൂ. ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സമർപ്പണം, സമർപ്പണം, സമർപ്പണം. അപ്പോൾ എല്ലാവരും ഈ പ്രാർത്ഥന കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു മതത്തിലുള്ള ഒരു ലേബൽസും ഒരു റെസ്ട്രിക്ഷൻസും ഒരു റൂൾസും റെഗുലേഷൻസും പീരീഡ് ടൈമും യാതൊരു റെഗുലേഷനും ഇതിനില്ല. ആർക്ക് വേണമെങ്കിലും രാവിലെ ചൊല്ലാവുന്നതാണ്. മോർണിംഗ് പ്രെയർ ആണ്. രാവിലെ ദിവസം തുടങ്ങുമ്പോഴാണ് ഇത് ചൊല്ലേണ്ടത്. ദിവസം തുടങ്ങുമ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾ നേരത്തെ എണീക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നിങ്ങളുടെ ആരോഗ്യം അവസ്ഥ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം കഴുകുക. അതിനുശേഷം, അല്ലെങ്കിൽ കുളിക്കുന്നവരാണെങ്കിൽ ഒന്ന് കുളിക്കാം. അതിനുശേഷം ചില ആൾക്കാർക്ക് പല ആരോഗ്യസ്ഥിതി കൊണ്ട് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. എല്ലാ ദിവസവും ഹെഡ് ഷവർ എടുക്കാൻ പറ്റണമെന്ന് വരില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇത് ചെയ്യുക, ഇത് കേൾക്കുക. ഒരുപാട് മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഒരുപാട് കോൺഫിഡൻസ്, ഒരു പ്രത്യാശ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പം തന്നെ ഇത് ഫുള്ള് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കോൺഫിഡൻസ്, ആ ഒരു പ്രത്യാശാഭാവം എല്ലാം നിങ്ങൾക്കുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. കേൾക്കേണ്ട രീതിയിൽ കേട്ടാൽ, അതായത് റിസപ്റ്റീവായിട്ട് കേട്ടാൽ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ക്ലാസ്സസും എല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഒരുപാട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും എല്ലാം വരുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.